ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടിയാണ്. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു നേർന്നതാണ്. അപ്പോൾ നമ്മളത് വന്നിട്ട് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ചെക്ക് വാണിംഗ് ലാമ്പ് ഓൾറെഡി തെളിഞ്ഞ് നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മളത് OBD കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് അതിനകത്ത് രണ്ട് ഫാസ്റ്റ് ബോർഡ് ജനറേറ്റർ ആയിട്ടുണ്ട്. ഇതിനകത്ത് ചെക്ക് ചെയ്യണ സമയത്ത് ഓർഡർ വന്നേക്കണമെന്ന് P0511 എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്, ഐഡ്ലിംഗ് എയർ കൺട്രോൾ സർക്യൂട്ടിൻ്റെ. പിന്നെ വന്നേക്കണം ഇവാപ്പറേറ്റ് ഇമിഷൻ സിസ്റ്റം പർക്ക് കൺട്രോൾ വാൽവ്. അപ്പോൾ ഈ രണ്ട് ഐറ്റം നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിടാം. മെയിനായിട്ട് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി വോൾട്ട് വളരെ കുറവാണ്, ആംബിയർ വളരെ കുറവാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ട് 8 ഉള്ളൂ. 12.5 വോൾട്ട് നിർബന്ധമായിട്ട് നമുക്ക് ഈ വണ്ടിക്ക് വേണം. അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ വണ്ടികൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വോൾട്ട് കറക്റ്റ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എടുക്കുന്ന സെൻസറുകൾക്ക് എല്ലാത്തിനും വോൾട്ട് എടുക്കണം. അപ്പോൾ ആ സെൻസറുകൾക്ക് കറക്റ്റ് വോൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാറ്ററി പവർഫുൾ ബാറ്ററി ആയിരിക്കണം. തന്നെയല്ല ഇതിൻ്റെ ഫ്യൂൽ പമ്പ് ഇഞ്ചക്ടറൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വോൾട്ട് ഉപയോഗിച്ച് ബാറ്ററിയുടെ പവർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് കറക്റ്റ് ബാറ്ററി പെർഫെക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ സെൻസറായാലും വല്ല ഫ്യൂൽ പമ്പൊക്കെ ഡാമേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെക്കാളും കോസ്റ്റ് കൂടുതലാണ്. 3000 രൂപ 4000 രൂപയൊക്കെയാണ്, 4000 രൂപയാണ് ഫ്യൂൽ പമ്പിൻ്റെയൊക്കെ റേറ്റ് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് ഈ കംപ്ലയിൻറ്റ് മാറുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഞാനിപ്പോൾ അതിൻ്റെ ഓയിൽ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവാണുണ്ട്. തന്നെയല്ല ഉള്ള ഓയിലാണെങ്കിലും നല്ല രീതിയിൽ കളർ മാറി കരിക്കട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ട് ഈ കൂട്ടത്തിൽ ഓയിൽ മാറ്റിയാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ ബാറ്ററിയുടെയും ഓയിലിൻ്റെയും മറ്റേ നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട് തന്നെ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കി അതിന് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. നമുക്കിപ്പോൾ 5 ആംപിയറിൻ്റെ ആണ് ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി. നമുക്കൊരു ഏകദേശം ഒരു 30-40 രൂപയുടെ വേരിയേഷനുള്ളൂ. നമുക്ക് 6 ആംപിയറിൻ്റെ. അപ്പോൾ നമുക്കൊരു 1 ആംപിയർ കൂടുതൽ കിട്ടും. ആ മോഡൽ ബാറ്ററി നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് അതായിരിക്കും. അപ്പോൾ സെയിം ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. 5 ആംപിയർ എന്നുള്ളത് 6 ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന്. അത് കുറച്ചും കൂടി വണ്ടിക്ക് നല്ലതാണ്. കുറച്ചും ഒരു 1 ആംപിയർ നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ബാറ്ററി ലൈഫ് കിട്ടും. എഞ്ചിൻ്റെ പെർഫോമൻസ് മറ്റേ ഫ്യൂൽ പമ്പിൻ്റെയൊക്കെ പെർഫോമൻസ് ആയാലും പക്കയായിട്ട് കിട്ടും. അപ്പോൾ ആ മോഡൽ ഞാൻ കണക്ട് ചെയ്തിട്ട് ആ രീതിയിലുള്ള അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. ബാറ്ററി, അതേപോലെ എഞ്ചിൻ ഓയിൽ, പിന്നെ നമുക്ക് വണ്ടിയുടെ നമുക്ക് ഫിറ്റിങ്ങിൻ്റെയും അതേപോലെ തന്നെ വണ്ടി നമ്മൾ വഴി പോയി എടുത്തു തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലേബറെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.